ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ തുടങ്ങിയ ആദിയോഗീൻ്റെ ഇഷ ഫൗണ്ടേഷനിലുള്ള ആദിയോഗീൻ്റെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗീൻ്റെ സ്ഥലത്തെക്കുറിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിക്ചറെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു വലിയ ശിവൻ്റെ പ്രതിമ, അതിൻ്റെ പിറകിൽ മുഴുവൻ നിരനിരയായി നിൽക്കുന്ന മലനിരകളുടെ ഒക്കെ ഉള്ള ഒരു പിക്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാറുണ്ട്. പിന്നെ ശിവരാത്രിക്കൊക്കെ അവിടെ ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്ന അതിൻ്റെ ലൈവായിട്ടുള്ള ടെലികാസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ബാംഗ്ലൂരിൽ കഴിഞ്ഞ വർഷം ആണ് ആദിയോഗീൻ്റെ ഒരു സെൻറ്റർ തുടങ്ങിയത്. അപ്പോൾ ആ സ്ഥലം കാണാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം കഴിഞ്ഞ ഒരാഴ്ച വീക്കെൻഡിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അവിടെ എയർപോർട്ട് കഴിഞ്ഞിട്ടും കുറേയധികം ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു ഗ്രാമം ആണ് ഉള്ളോട്ടുള്ള, ഒരു ഡെവലപ്മെൻറ്റും ഒന്നും വരാത്ത ഒരു ഗ്രാമം. അത്രയും വലിയ ഒരു സ്ഥലത്തിനെ ഇങ്ങനെ ഒരു ഇതായിട്ട് കൺവേർട്ട് ചെയ്തത് കാണാൻ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ഇത് വന്നതിന് ശേഷം അവിടെ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ പോകുമ്പോൾ തന്നെ ഒത്തിരി ഉള്ളോട്ടുള്ള ഒരു കുഗ്രാമം പോലെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ എത്തിച്ചേരുമ്പോൾ ഒത്തിരി അധികം കടകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അവലംബിച്ചിട്ട് യോഗ സെൻറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു സ്ഥലം ഡെവലപ്പ് ആവുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ കൂടെ നമുക്ക് കാണാൻ പറ്റി. സൺഡേ 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കൂടി ഉണ്ട്. അതാ ശിവൻ്റെ സ്റ്റാച്യുവിൻ്റെ മുകളിൽ ഓരോരോ ലൈറ്റ്സ് വരുന്നതും അതൊക്കെയാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം.
നല്ല തിരക്കായിരുന്നു. നമ്മൾ കയറി പോകുമ്പോൾ തന്നെയുള്ള അവിടെ തന്നെ പാർക്ക് ചെയ്യാണ് നല്ലത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സിറ്റിയിൽ നിന്നൊക്കെ പോകുന്നവർ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയി അതിന് ചുറ്റുമുള്ളതൊക്കെ കണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കണ്ടിട്ട് തിരിച്ചു വരാം.